ഒരു സ്ഥാപനത്തിൻ്റെ ലോഗോവും പേരും സെപ്പറേറ്റ് ആയിട്ട് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണോ അതോ ഒരുമിച്ചിട്ട് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണോ? പലർക്കുമുള്ളൊരു സംശയമാണ് അല്ലേ? ഇതിനുള്ള ഉത്തരം ഈ വീഡിയോയിലൂടെ നൽകാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ സിജു രാജൻ. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്കിലേ മനസ്സിലാവത്തുള്ളൂ. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് മലബാർ ആണെന്ന് വിചാരിക്കുക. മലബാർ എന്ന് പറയുന്ന പേരിലുള്ള സ്ഥാപനമാണ്. നിങ്ങളിതിന് ലോഗോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എം എന്ന് എഴുതിയിട്ട് ഒരു റൗണ്ട് ചെയ്തു, കൈൻഡ് ഓഫ് എൻ ഐക്കൺ. ഇതാണ് നിങ്ങളുടെ ലോഗോ. ആൻഡ് താഴെ നിങ്ങൾ മലബാർ എന്ന് കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബോർഡിലും നിങ്ങൾ വിസിറ്റിംഗ് കാർഡിലും എല്ലാവരുടെയും പ്ലേസ് ചെയ്യുന്നത്, വെബ്സൈറ്റിലെല്ലാം പ്ലേസ് ചെയ്യുന്നത് ഇത്തരത്തിൽ എം എന്ന് എഴുതുന്നു, ഒരു റൗണ്ട് ഇടുന്നു, താഴെ മലബാർ എന്ന് എഴുതുന്നു. ഇതാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി ഇത് നമ്മൾ ഒരുമിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ? ഈ പറയുന്ന എം എന്ന് എഴുതി വട്ടം ഇട്ടിട്ടുണ്ട്, ഒപ്പം തന്നെ മലബാർ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ? അതോ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ പേര് മലബാർ എന്ന് പറയുന്ന പേര് സെപ്പറേറ്റ് ആയിട്ടും ഒപ്പം തന്നെ എം എന്ന് പറയുന്ന ആ റൗണ്ട് ചെയ്തിട്ടുള്ള ഭാഗം സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യണോ? ഈ ഒരു ലോഗോയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് എം എന്ന് എഴുതി വട്ടമിട്ടിട്ടുള്ള ആ ഒരു പോർഷനെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഒപ്പം തന്നെ മലബാർ എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു കാര്യത്തെയും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഈ എം എന്ന് എഴുതി വട്ടമിട്ടിട്ടുള്ള ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അതിന് നിങ്ങൾ ഡിവൈസ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഡിവൈസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഷേപ്പ്, ഒരു ഡിസൈൻ, അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഡിവൈസ് എന്ന് പറയുന്നത്. അതിന് ഡിവൈസ് ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു. ഈ മലബാർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതിന് നിങ്ങൾ വേർഡ് മാർക്കായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. മലബാർ എന്ന് എഴുതിയിട്ടുള്ളതിന് നിങ്ങൾ വേർഡ് മാർക്ക് റൈറ്റ്, ആ വേർഡ് മാർക്കായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊക്കക്കോള എന്ന് പറയുന്ന ഒരു വേർഡ് മാർക്കാണ്. കാരണം കൊക്കക്കോള എന്ന് എഴുതിയിട്ടുള്ളത് ആ ഒരു സെപ്പറേറ്റ് ഷേപ്പിലാണല്ലോ. ശരിക്കും അതൊരു ലോഗോ ആണ് അല്ലേ? ആ കൊക്കക്കോളയെ നമുക്ക് വേർഡ് മാർക്കായിട്ട് രജിസ്റ്റർ ചെയ്യാം. നേരെ മറിച്ച് പെപ്സി എന്ന് പറയുന്നതിലൊരു ഷേപ്പ് ഉണ്ട് അല്ലേ? പെപ്സിയുടെ ഒരു ഐക്കൺ ഉണ്ട്. ആ ഐക്കൺ നമ്മൾ ഡിവൈസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഈ എം എന്ന് എഴുതി വട്ടമിട്ടിട്ടുള്ള ആ ഒരു കാര്യവും ആ ഒരു ഐക്കണും മലബാർ എന്ന് എഴുതിയിട്ടുള്ളതും ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് മാർക്കിൽ രജിസ്റ്റർ ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട, ഒറ്റ ആപ്ലിക്കേഷനിൽ ചെയ്യണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കും. നിങ്ങളുടെ പേര് ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ വരുന്നത്, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് വരുന്നത് എം സ്പേസ് മലബാർ എന്നായിരിക്കും. കാരണം എം എന്ന് ആ വട്ടത്തിനകത്ത് ഉണ്ട്, അതിനകത്ത് ക്യാപ്ചർ ആവും. ഒപ്പം തന്നെ മലബാർ എന്നുമുണ്ട്, അതും ക്യാപ്ചർ ആവും. സോ എം സ്പേസ് മലബാർ എന്നായിരിക്കും വരുന്നത്. ഇതല്ല, എം എന്ന് ഇത് വട്ടമിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐക്കണായിട്ട് നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഡിവൈസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഇട്ടിട്ട് വേണം, സെപ്പറേറ്റ് ഫീസ് അടച്ചിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അതായത് നിങ്ങൾ വേർഡ് മാർക്കായിട്ട് എന്താണോ എഴുതിയിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൊക്കക്കോള എന്ന് പറയുന്നൊരു വേർഡ് മാർക്കാണ്. താഴെ നിങ്ങൾ സിൻസ് 1931 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ട്രേഡ് മാർക്കിന് അപ്ലൈ കൊടുക്കുന്ന സമയത്ത് കൊക്കക്കോള സിൻസ് 1931 എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് രജിസ്റ്റർ ആവുന്നത്. കാരണം ആ വേർഡ്സ്, അതിനകത്ത് എന്തെല്ലാം വേർഡ്സ് എഴുതിയിട്ടുണ്ടോ അതൊരു മാർക്ക് എന്ന് പറയുന്ന ലെവലിലാണ് നിങ്ങളത് ലോഗോ ആക്കിയിട്ടുള്ളത്. സോ അതിലെന്താണോ എഴുതിയിട്ടുള്ളത് അത് അതേപോലെ തന്നെ ക്യാപ്ചർ ആവും, അത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ആവും എന്നുള്ളതാണ്. ആ ഒരു ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് കൊക്കക്കോള സിൻസ് 1931 എന്ന രീതിയിലായിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലോഗോയ്ക്കകത്ത്, ആ വേർഡ് മാർക്കിനകത്ത് എന്തെല്ലാം അക്ഷരങ്ങളുണ്ടോ അതെല്ലാം ഈ പറയുന്ന ട്രേഡ് മാർക്ക് രജിസ്റ്ററിൽ രജിസ്റ്റർ ആവും. പക്ഷേ ഡിവൈസ് ആണെങ്കിൽ അങ്ങനെയല്ല. ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഷേപ്പായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ആ ഷേപ്പ് അതേപോലെ ആയിരിക്കും അതിനകത്ത് രജിസ്റ്റർ ആവുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലോഗോ അത് വേർഡ് മാർക്ക് ആയിട്ടാണോ അതോ ഒരു ഡിവൈസ് ആയിട്ടാണോ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ. ഒരു ലോഗോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു പാക്കേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ബ്രാൻഡ് എന്നാൽ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ ഒരു വ്യക്തി കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ഇമോഷനാണ്. ഈ ഇമോഷനെ ബേസ് ചെയ്തിട്ടാവണം ലോഗോവും വെബ്സൈറ്റും പാക്കേജ് ഡിസൈനും കോണ്ടന്റും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ലോങ് റണ്ണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കും ഒരു ബ്രാൻഡ് നിർമ്മിക്കാം.